അല്ല ബ്രേക്ക് സഡനാവുന്നോ? പഴശ്ശിരാജാവിനെ അടക്കം ചെയ്തിട്ടുള്ളത്. വലതുവശത്ത് കാണുന്നത് അടിയരുടെ വീടും അതുപോലെ തന്നെ ഇടതുവശത്ത് കാണുന്നത് കുറിച്യരുടെയും വീടാണ്. കൃഷിക്കായിട്ട് ഉപയോഗിച്ച ഓരോരോ ഉപകരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുങ്കിയമ്മൻ്റെ ഓർമ്മക്കായിട്ടുണ്ടാക്കിയ പ്രതിമേന് വയനാട് ജില്ലയിലേക്ക് ആദ്യകാലങ്ങളിൽ ആളുകൾ കച്ചവടത്തിനൊക്കെ ആയിട്ട് വന്നിരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ചുരമില്ലാതെ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കുങ്കിച്ചിറ റൂട്ടിലൂടെ ആയിരുന്നു വയനാട്ടിലേക്ക് എത്തിയിരുന്നു പറഞ്ഞത്. പിന്നീട് ഈ ഒരു റൂട്ട് ഇല്ലാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ശരി, ഓക്കെ. എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞോളെ. ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്. വയനാട് തിനശുള്ള ആദ്യ യാത്രന് ആദ്യം നമ്മൾ പോകുന്നത് പഴശ്ശിരാജാവിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ്. നമ്മൾ ബാഗ് മിസ്സായിട്ടുണ്ട്. ഹോട്ടലിൽ ചാവടിക്കാൻ പോയ സമയത്ത് അവിടെ ബാഗ് മറന്നു വെച്ച് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ അഗൈൻ ഹോട്ടലിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ ബാഗ് ഇവിടെ സേഫായിട്ട് ഇവിടെ ഉണ്ട്. ലഗേജിൻ്റെ പുറമെ ഞാൻ അഡീഷണലായിട്ട് ഒരു ഹാൻഡ് ബാഗ് വെച്ചായിരുന്നു. അതിലായിരിക്കും മൊബൈൽ അതുപോലെ തന്നെ പവർ ബാങ്ക് ക്യാമറ എല്ലാം ഇതിൽ സേഫായിട്ട് വെക്കൽ. അതാകുമ്പോൾ കെയർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ സൂക്ഷിക്കാറുണ്ട്. ഓ ശരി, വിളിക്കാം. ശരി, ഓക്കെ. മാനന്തവാടിയിൽ വെച്ചിട്ടാണ് ഏറ്റവും കുറഞ്ഞ റൂം കൊടുക്കുന്ന സ്ഥലം തന്നെ ഇനി പാറക്കൽ ടൂറിസ്റ്റ് ഹോം. നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. അവരെ ഒരു ഓണറാണ് വന്നത്. നമ്മൾക്ക് കാർഡെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്താൽ മാനന്തവാടി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാനന്തവാടി സിറ്റി നല്ലതുപോലെ തിരക്കുണ്ട്. നമ്മൾ ഡയറക്റ്റ് നേരെ പഴശ്ശി രാജാവ് മരണപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നു പറഞ്ഞ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരും. പഴശ്ശിരാജാവിൻ്റെ ഡാമും അതുപോലെ തന്നെ പഴശ്ശിരാജാവിൻ്റെ കുറേ ഹിസ്റ്ററിയൊക്കെ മറ്റുള്ള കണ്ണൂരൊക്കെ കണ്ട്. പക്ഷേ പഴശ്ശിരാജാവ് മാനന്തവാടിയിൽ എത്തിയതിന് ശേഷം ഇവിടെയാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ കുറുവ ദ്വീപിലൊക്കെ ഒരുപാട് നിന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഒളിത്താവളൊക്കെ ആയിട്ട് കുറുവ ദ്വീപൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിതാ പഴശ്ശിരാജാവ് മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ കൂടി പോകണം. മാനന്തവാടി ടൗണിനോട് അടുപ്പിച്ച സ്ഥലങ്ങളല്ലാതെ ഈ ഓൺ വേന് കാണുന്നത്. അപ്പോൾ മാനന്തവാടി മൊത്തത്തിലൊന്ന് കാണാൻ പറ്റും ഓൺ വേ ഒരൊറ്റ റൗണ്ടിൽ തന്നെ. നമുക്കിനി പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ്. വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ പോസ്റ്റിങ് എല്ലാം കൂടി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. 12 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഏറ്റവും നേരത്തെ ഇറങ്ങുന്നതാണ് ഒന്നും കൂടി ബെസ്റ്റ്. നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ എത്ര അധികം ബ്ലോക്ക് ഉണ്ടെങ്കിൽ മോർണിംഗിൽ ചിലപ്പോൾ ഒന്നുകൂടെ ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വയനാടാണ്, നല്ല ക്ലൈമറ്റാണ് ഏത് സമയത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഏത് സമയത്ത് യാത്ര ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓരോ ലൊക്കേഷനിൽ എത്തിപ്പെടുമ്പോൾ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കുങ്കിച്ചിറ പോകുന്നുണ്ട്. കുങ്കിച്ചിറ ഒരു മ്യൂസിയം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളിതാ മെഡിക്കൽ കോളേജ് റൂട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കാണുന്ന മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജ് റൂട്ടിൽ നിന്ന് നമ്മളിതാ റൈറ്റ് അടിച്ച് പോയി കഴിഞ്ഞാലാണ് പഴശ്ശി ശ്മശാനം കാണൽ. നമ്മൾ നേരെ കാണുന്നതാണ് മെഡിക്കൽ കോളേജ്. നമുക്കിതാ റൈറ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലെത്തും. അങ്ങനെ നമ്മളിതാ ഫൈനലി പഴശ്ശി രാജാവ് മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലം അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് മ്യൂസിയമൊക്കെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പുറത്ത് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് പഴശ്ശി കുടീരം എന്ന് എഴുതിയിട്ട്. നമ്മൾ പാർക്കിങ്ങിൻ്റെ ലൊക്കേഷൻ നോക്കാം. നമ്മൾ ഈ ഒരു കാണുന്ന ലൊക്കേഷനാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. വീക്കെൻഡിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ആളുകൾ വരൽ. നമുക്ക് അതിലെന്താ സേഫായിട്ടുള്ളൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആദ്യകാലങ്ങളിൽ പോരാടിയ നായകനായിരുന്നു പഴശ്ശിരാജാവ്. ഏകദേശം 1805 മരണപ്പെട്ടത്. നമ്മൾ ഈ ഒരു കാണുന്ന ഏരിയയിലാണ് പഴശ്ശിരാജാവിനെ അടക്കം ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് കാണുന്ന 2 താഴേക്കുള്ള എൻട്രൻസിലൂടെയാണ്, താഴെ ഭാഗത്താണ് മ്യൂസിയം. നമ്മളത് ഒന്നുകൂടെ അടുത്തേക്ക് വന്നുള്ള കാഴ്ചയാണ്. ചുറ്റുഭാഗം കമ്പിയായിട്ട് ഇങ്ങനെ ഒരു വേലി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അകത്തേക്കൊന്നും എൻട്രി ഇല്ല. ബാക്ക് സൈഡ് ആ പുറം ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ ആളുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കിനി താഴേക്ക് മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ടോട്ടലായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല ബാക്ക് പാക്കൊക്കെ നല്ല മരങ്ങളാണ്.
മുൻവശത്തൊക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് ഓഫീസാണെന്നൊന്നും അറിയില്ല. നമ്മൾ താഴേക്ക് നേരെ പോയി നോക്കാം മ്യൂസിയത്തിലേക്ക്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ടിക്കറ്റ് 15 രൂപേന് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ 5 രൂപ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. എൻട്രൻസിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അതാ ഒരു പ്രത്യേക ചെക്ക് പോയിൻ്റൊക്കെ ഉണ്ട്. അകത്ത് കയറുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യേണ്ട രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതാ ടിക്കറ്റ് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് ടിക്കറ്റ് ചെക്ക് കഴിഞ്ഞതിന് ശേഷം ഇതാ നമുക്ക് അകത്തേക്ക് ഇതാ മ്യൂസിയത്തിൻ്റെ അകത്ത് എൻട്രി കയറുമ്പോൾ അതാ പത്തനാപുരം കൊട്ടാരമാണ് കാണുന്നത്. ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ. തൊട്ടടുത്ത് തന്നെ കോയിക്കൽ കൊട്ടാരം, നെടുമങ്ങാട്, അങ്ങനെ ഒരുപാട് പഴക്കമുള്ള പണ്ട് കാലങ്ങളിലുള്ള കൊട്ടാരങ്ങളെ ഫോട്ടോസൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ അകത്ത് കാണുന്നത്. അടുത്ത കാഴ്ച കഴിഞ്ഞ് നമ്മൾ ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഇതാ പഴശ്ശിരാജാവിൻ്റെ സമര ചരിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പിന്നീട് തൊട്ടടുത്ത് തന്നെ ഇതാ പഴശ്ശിൻ്റെ കാലഘട്ടത്തിലുള്ള വാള്, അതുപോലെ തന്നെ ചൂരലുകൾ, ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാളാണ് ഈ കാണുന്നത്. വാളിൻ്റെ നേരെ ഭാഗത്ത് തന്നെ ഉണ്ട് അമ്പും വില്ലൊക്കെ. വില്ലിൻ്റെ അറ്റടുത്തതാ നല്ല കൂർത്ത എന്നുവെച്ചാൽ നല്ലൊരു അറ്റാക്കിങ് നടത്താൻ പറ്റുന്ന ആ ഗോലത്തിലുള്ള ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. മേൽഭാഗത്ത് വീണ്ടും ഉണ്ട് അമ്പും വില്ലൊക്കെ, അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച കത്തി. അടുത്ത റൂമൊക്കെ പോകുന്നത് ഗോത്ര ഗാലറി ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. അന്നത്തെ കാലഘട്ടങ്ങളിലായിട്ടുള്ള വീടുകളാണ് കാണുന്നത്. വീടിൻ്റെ മുന്നിലൊക്കെ ഉപയോഗിച്ച അന്നത്തെ കാലഘട്ടത്തിലുള്ള പാത്രങ്ങൾ, വേറെ ടൈപ്പ് വീട് കാണുന്നത്. ഓരോ വീടിൻ്റെ മുന്നിലും അവർ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കാണുന്നത്. അമ്മി, മുറം, അതുപോലെ തന്നെ ഇതാ ഒരുപാട് സാധനങ്ങളുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പീരങ്കിൻ്റെ ഉണ്ടേന് പീരങ്കിയിൽ ഇടുന്നതാണ്. നമ്മൾ ഏതൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചിട്ടായിരുന്നു കണ്ണൂർ പോയ സമയത്ത്. പക്ഷേ ഒരുപാട് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ആ സാധനം നിർമ്മിച്ചിട്ടുള്ളത്. നല്ല വെയിറ്റ് തന്നെയാണ്. കണ്ണൂർ കോട്ടയിൽ ഇപ്പോഴും ഒരുപാട് പീരങ്കി ഉണ്ടകളുണ്ട്. അങ്ങനെ പീരങ്കിയൊക്കെ നിലനിൽക്കുന്നത്, പീരങ്കിയൊക്കെ കാണാൻ ഉദ്ദേശമുള്ള ആളുകൾ കണ്ണൂർ കോട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയും. നമ്മളതാ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. വീരക്കല്ലുകളാണിത്. ഓരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ച 1000 മുതൽ 1500 വർഷം വരെ, അതുപോലെ തന്നെ 1500 വർഷം മുതൽ 1600 വർഷം വരെ, അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഉപയോഗിച്ച വീരക്കല്ലുകൾ. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച നാണയങ്ങളാണ് കാണുന്നത്. ചേര നാണയങ്ങൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ളത് ഭയങ്കര അത്രയും ചെറുതായിട്ടാണ് കാണുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച നാണയങ്ങൾ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച നാണയങ്ങളാണ്. തൊട്ടടുത്ത ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ നാണയങ്ങളാണ്. 1 രൂപ 2 രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. താഴ്ഭാഗങ്ങളിലൊക്കെ അത്രയും ചെറിയ രീതിയിലാണ് നാണയത്തിൻ്റെ വലുപ്പം കാണുന്നത്. തൊട്ടടുത്ത കണ്ണൂർ നാണയങ്ങളാണ്. കണ്ണൂർ തലശ്ശേരി ഭാഗത്തും അതുപോലെ തന്നെ കണ്ണൂർ അലിരാജയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന നാണയങ്ങളൊക്കെയാണ്. തിരുവിതാംകൂർ നാണയങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും പഴശ്ശിരാജാവിൻ്റെ ശ്മശാനത്തിൻ്റെ തൊട്ടടുത്തൂടെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എക്സിറ്റ് അടിച്ച് പോവാം. തൊട്ടടുത്ത് നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിൻ്റെ ഭാഗത്തൊക്കെ പോകുമ്പോൾ നല്ലതുപോലെ ആസ്വദിച്ച് മുന്നോട്ട് പോവാം. ഒരുപാട് ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഗാർഡൻസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ നോക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് പോകേണ്ട പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കിശ്ശേരന് പോകുന്നത്. കുങ്കിശ്ശേര അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ വയനാടിന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലൈമറ്റ്. ഇതുവരെ നമുക്ക് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേർത്തിരുന്നു. ഇപ്പോൾ നല്ല ക്ലൈമറ്റ്, അതുകൂടി നമുക്ക് കുഴപ്പമില്ല. നെക്സ്റ്റ് റൈഡ് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കുങ്കിശ്ശേര ലേക്കിലേക്കാണ്. കുങ്കിശ്ശേര ലേക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട്ടിൽ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണ്. നമ്മളിതാ ആ ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിലായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും. നമ്മളിതാ മെഡിക്കൽ കോളേജിൻ്റെ റൂട്ടിലേക്കാണ് കയറിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൻ്റെ റൂട്ടിൽ നമ്മളിതാ സൈഡിൽ കൂടെയുള്ള റോഡാണ് കാണിക്കുന്നത്. കുറച്ച് സീനാണ്, നല്ല ഹൈറ്റിൽ തന്നെയാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്റ്റഡൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല സീനായിട്ടുള്ള റോഡാണ്. വയനാട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലായിരിക്കും റോഡുകൾ വരുന്നത്. ഹൈറ്റ് കയറ്റവും ഇറക്കൊക്കെ നന്നായി നല്ല സെറ്റ് ആയിട്ടുള്ള ഇറക്കം തന്നെയാണ്. നമ്മൾ കുറച്ച് റിസ്ക് ആണ്. നോക്കട്ടെ തിരിച്ചു പോകണോ അതോ ഇറക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. നല്ല രീതിയിൽ തന്നെയുള്ള ഇറക്കാണ്. അല്ല
ബൈക്ക് സഡനാവുന്നോ? ജസ്റ്റ് ഒന്ന് വിശ്വാസാണ് നമ്മൾ വണ്ടി കയ്യിൽ നിന്ന് വീകണ്ടിയാണ്. നല്ല രീതിയിലുള്ള ഇറക്കായിരുന്നു. ബ്രേക്ക് കൈ വെക്കാൻ പാടില്ല. ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി പോകുന്നത് നല്ല മോശമായിട്ടുള്ള റോഡായതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക് കിട്ടാഞ്ഞത്. ബ്രേക്ക് കിട്ടുന്നതല്ല, ഫുൾ കല്ലായതുകൊണ്ട് തന്നെ പിടിച്ച് കഴിഞ്ഞാലും ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ സൈഡിലേക്ക് പോയി ഏതായാലും നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കുങ്കിശ്ശിറ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ കുങ്കിശ്ശിറ എത്തുന്നതിന് മുന്നായിട്ട് കോറം മസ്ജിദ് ഉണ്ട്. കോറം മസ്ജിദ് എന്ന് പറയുമ്പോൾ വയനാട് ആദ്യ കാലഘട്ടത്തിലൊക്കെ വന്ന മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. താഴെ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് വയനാടേക്കും വന്ന മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാണ്. അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. നല്ല അടിപൊളി റോഡാണ്. നമ്മളിത് തൊട്ടടുത്ത് തേയില തോട്ടങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കുങ്കിച്ചിറ മ്യൂസിയം ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം 1-2-3 മാസം ആയിട്ടുള്ളൂ. സെപ്റ്റംബറിലാണ് ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആളുകൾ അവിടെ എത്തിപ്പെട്ടിട്ടില്ല. മ്യൂസിയത്തിൻ്റെ ഗ്രാൻഡായിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഓപ്പൺ ആയിട്ട് നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡാണ്. 4:30 വരെയാണ് സമയം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്താം. നല്ല അടിപൊളി കാഴ്ചകളാണ് സൈഡിലത്തേക്ക് വ്യൂ. ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് പോലെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല. ക്ലൈമറ്റ് പുറം നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ്. നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തായിരിക്കുമ്പോൾ പ്രശ്നമില്ല. മഴ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയാലൊന്നും കുഴപ്പമില്ല. 4:30 വരെ സമയമുണ്ട്. ഇന്നത്തെ ദിവസം ഇപ്പം ഈ 2 സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വയനാടിൻ്റെ കുറുവാ ദ്വീപ് നമ്മൾ കണ്ടായിരുന്നില്ല. കുറുവാ ദ്വീപ് നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ അന്ന് ലേറ്റായ കാരണം തന്നെ ഒരു ദിവസം 1000 ടിക്കറ്റ് മാത്രമേ കുറുവാ ദ്വീപിൽ കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എത്തേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ഈ ഒരു കാഴ്ചകൾ അവസാനിച്ച് വീണ്ടും മാനന്തവാടി വരേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ കോറം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മളിതാ കുങ്കിച്ചിറ മ്യൂസിയത്തിൻ്റെ കുങ്കിച്ചിറ ലേക്കിൻ്റെ ഭാഗത്തേക്കുള്ള ലൊക്കേഷനിൽ എത്തി തുടങ്ങാനായിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. വയനാട്ടിലുള്ള പാടം എന്ന് പറയാം. പാടം ഭാഗത്തൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ കൃഷികളുണ്ട്. നല്ല രീതിയിൽ തന്നെ കൃഷികളുണ്ട്. കുങ്കിശ്ശിറ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കൃഷികളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതാ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കൃഷിയാണ്. കുങ്കിശ്ശിറ ലേക്കിൻ്റെ ആ സൈഡിലൊക്കെ കൃഷികളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം ലൊക്കേഷനിൽ എത്താൻ 1-2 മിനിറ്റ് മാത്രം മതി. നമ്മൾ മുന്നിൽ കാണുന്ന ആ ഒരു പ്ലേസാണ് കുങ്കിച്ചിറ. നീണ്ട 40 മിനിറ്റിന് ശേഷം നമ്മളിതാ കുങ്കിച്ചിറ എത്തിയിട്ടുണ്ട്. കുങ്കിച്ചിറ ചിറയിന് കാണുന്നത് 4:30 ക്ലോസ് ചെയ്യും. 4 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ സമയം മാത്രമുള്ള പെട്ടെന്ന് അകത്തെത്തണം. ഇപ്പോൾ നമ്മൾ കുങ്കിച്ചിറ എത്തിയിട്ടുണ്ട്. കുങ്കിച്ചിറ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ അകത്ത് കയറാം. ഏകദേശം 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞ് ഇതാണ് കാണുന്ന ചിറ. അതാണ് കൂടുതലായിട്ടുള്ള കാഴ്ചകൾ. നമുക്ക് അകത്ത് പോയി നോക്കാം. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാണ് ഏരിയകളൊക്കെ. നമ്മൾ അകത്തേക്ക് പോയി നോക്കാം. സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് അകത്ത് കയറുന്ന സമയത്ത് തന്നെ ആദിവാസികളെ 2 ടൈപ്പ് വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. വലതുവശത്ത് കാണുന്നത് അടിയരുടെ വീടും അതുപോലെ തന്നെ ഇടതുവശത്ത് കാണുന്നത് കുറിച്യരുടെയും വീടാണ്. അപ്പോൾ കുറിച്യന്മാരെ വീട്ടിലെ കാഴ്ചയാണ് കാണുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ കുറിച്യരുടെ വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻവശത്തൊക്കെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഇതാ മൺകുടം അതുപോലെ തന്നെ ഒറ്റലെല്ലാം ഉണ്ട്. നേരെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിയരുടെ വീടാണ് കാണുന്നത്. ഈ ഒരു വീട് നിർമ്മിച്ചെടുത്തിട്ടുള്ളതും ആദിവാസികളായിട്ടുള്ള ആളുകളെ കൊടുന്നിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു 2 വീടും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ അതുപോലത്തെ അന്നത്തെ ഫുഡ്, കാട്ടിലുള്ള എല്ലാ കാഴ്ചകളും ഈ ഒരു മ്യൂസിയത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓരോരോ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രൈബൽസിൻ്റെ മ്യൂസിക്, അങ്ങനെ പല കാഴ്ചകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അന്ന് കാലഘട്ടത്തിലുള്ള മരുന്നുകളായിട്ടുള്ള ഉപയോഗിച്ചിരുന്ന സസ്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. ഈ ഒരു മ്യൂസിയത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇൻ്റർനാഷണൽ ലുക്കിലാണ്. അതുപോലെ തന്നെ ടെക്നോളജിയും ആ ഒരു ലെവലിലേക്കാണ്. സ്ക്രീനിങ്ങും കാര്യങ്ങളും TV അതുപോലെ തന്നെ ടച്ച് സ്ക്രീനുകൾ കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ചൂരൽ അതുപോലെ തന്നെ വടി, കത്തി അങ്ങനെയുള്ള ആയുധങ്ങളും ട്രൈബൽസ് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളീ കാണുന്ന എല്ലാം ഒറിജിനൽ സാധനം തന്നെയാണ്. അത് അവിടുന്ന് അതേപോലെ കൊടുന്ന് വെച്ചാണ്. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവാനുണ്ട്. വരും മാസങ്ങളിലൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആവും. അകത്ത് ഓരോരോ കാഴ്ചകളും വ്യത്യസ്തമാണ്.
വയനാടൻ കോഫി അതുപോലെ തന്നെ കുരുമുളകൊക്കെയാണ് കാണുന്നത്. തുടർന്ന് വരുന്ന റൂമുകളിലും ഒരുപാട് സ്ക്രീനും കാര്യങ്ങളുണ്ട്. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോർക്ക് ഇതാ ലിഫ്റ്റ് എല്ലാം ഉണ്ട്. ലിഫ്റ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ഫ്ലോറത്തെ കാഴ്ചകളുണ്ട്. അവിടെയും ഒരുപാട് കാഴ്ചകളാണ് കാണാനുള്ളത്. നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ ട്രൈബൽസ് ഉപയോഗിച്ചിരുന്ന കൃഷിക്കായിട്ട് ഉപയോഗിച്ച ഓരോരോ ഉപകരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പാത്രങ്ങളും അതുപോലെ തന്നെ പായ അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകൾ. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ വംശീയ ഭക്ഷണം എന്ന് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല ഫുഡ് ഐറ്റംസ് ആണ് ഈ ഒരു കാണുന്ന ഏരിയയിൽ മൊത്തത്തിൽ. ചൂടാക്കി വണിച്ചാൽ കൊട്ടാനുള്ള കോൽമുണ്ട്. അപ്പൊ മ്യൂസിയത്തിന്റെ അകത്തുള്ള കാഴ്ച ഇതാണ്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പുറത്തെ ചിറണ്ട്. ആ ചിറ കാണാനായിട്ട് പോകണം. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ചിറാനാണ് നമ്മൾ കണ്ടതിൽ വെച്ചിട്ടായിട്ടുണ്ട് നോക്കാന്. അപ്പൊ അടിപൊളി കാഴ്ചയായിരിക്കും. അവിടെ പുറത്ത് പോയി നോക്കാം. മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മളിനി പോകുന്നത് കുങ്കി ചിറ കാണാനായിട്ടാണ്. കുങ്കിയമ്മൻ്റെ ഓർമ്മക്കായിട്ടുണ്ടാക്കിയ പ്രതിമേന് കുങ്കിയമ്മൻ്റെ ഒരു പ്രതിമ നേരെ കുങ്കിച്ചിറൻ്റെ നടുവിലുണ്ട്. നമ്മൾ സൈഡ് വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും ഹിസ്റ്ററിയും ഉണ്ട്. ഈ ഒരു ചിറൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഏകദേശം ഇപ്പോൾ 2-3 കോടി രൂപ ചിലവഴിച്ചിട്ട് ഇപ്പോൾ ഗവൺമെൻറ് പുതുക്കി പണിയതാണ്. ഏതായാലും നമ്മൾ കുങ്കി ചിറൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ കുങ്കിയമ്മ വന്ന് കുളിച്ചിന്നാണ് ഈ ഒരു ചിറനോട് തൊട്ടടുത്തായിട്ട് ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നു പറഞ്ഞ് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ. അതെല്ലാം ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. കുറഞ്ഞൊരു ഭാഗം അവിടെ അവശേഷിക്കുന്നുണ്ട്, അതിൻ്റെ കല്ലും കാര്യങ്ങളൊക്കെ. വയനാട് ജില്ലയിലേക്ക് ആദ്യകാലങ്ങളിൽ ആളുകൾ കച്ചവടത്തിനൊക്കെ ആയിട്ട് വന്നിരുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ചുരമില്ലാതെ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന കുങ്കിച്ചിറ റൂട്ടിലൂടെ ആയിരുന്നു വയനാട്ടിലേക്ക് എത്തിയിരുന്നു പറഞ്ഞത്. പിന്നീട് ഈ ഒരു റൂട്ട് ഇല്ലാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. ചിറൻ്റെ തൊട്ടടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കൃഷികളൊക്കെ ഉണ്ട്. കൃഷിക്ക് ആവശ്യത്തിനായിട്ട് എടുക്കുന്ന വെള്ളങ്ങളൊക്കെ ചിറയിൽ നിന്നാണ്. ഒരുപാട് ചരിത്രമുള്ള ഈ കുങ്കിച്ചിറയിലേക്കും അതുപോലെ തന്നെ മ്യൂസിയത്തിലൊക്കെ ആയിട്ട് ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് കുങ്കിയമ്മൻ്റെ കുങ്കി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ ഈ ഒരു കാഴ്ച. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.